എന്താണ് ഒരു പ്രതീക്ഷയുണ്ടോ ഇന്നത്തെ ദൗത്യത്തിൽ? എങ്ങനെയാണ് തോന്നുന്നത്? പ്രതീക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രതീക്ഷ ഇല്ല തന്നെ പറയാം. കാരണം ഇപ്പം ഒരാനും കെട്ടിയവർക്ക് ആൾക്കാരെ മുന്നിലൊന്ന് പൊടിയിടാനുള്ള പരിപാടിമാർക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ശക്തിയായിട്ട് ഇറങ്ങണം. എത്ര ടേപ്പിൻ തൊഴിലാളികളൊക്കെ പണിക്കുവാതെ കുത്തിരിക്കുക, ഒക്കെ പണിക്കുവേണ്ടേ. അപ്പോൾ ഇവർ പണിക്കുവാണെങ്കിൽ കടുവനെ പിടിക്കണം. കുറേ ആൾക്കാർ, കുറേ വീടുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ആട് കൃഷി നിർത്തിക്കണ്. അപ്പോൾ നല്ല ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും നല്ല തീരുമാനമാണെന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട്, ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്, കൂട് വെച്ച് പിടിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെയും നടക്കുന്നുണ്ട്. ഒരു പക്ഷേ മയക്കുവെടി വയ്ക്കാനാണെങ്കിൽ അങ്ങനെയും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അതിനെ പിടിക്കട്ടെ, അതിനെ കൊല്ലണം എന്നില്ലാണ് നാട്ടുകാരുടെ ഒരു അഭിപ്രായം. അതിനെ പിടിച്ചാൽ മാത്രം പോരാ, കൊന്നുകൊണ്ട്. കാരണം ഇതിന് വയനാടൊക്കെ കാര്യം കൊണ്ടുപോയി വിടുക, പിന്നെ അവിടെയുള്ള ജനങ്ങൾക്കും ഭീഷണിക്കാരം. അപ്പോൾ എന്തായാലും കടുവനെ പിടിച്ച് കൊല്ലണം എന്നില്ലാണ് പറയല്ലേ. ജനങ്ങൾ അവരുടെ ആശങ്ക, രോഷം ഒക്കെ അതുപോലെ തന്നെ അവരുടെ പ്രതികരണം ആ രീതിയിൽ തന്നെ നടത്തുകയാണ്. എന്താ തോന്നുന്നത് ഈ ദൗത്യത്തെക്കുറിച്ച്? ഇന്ന് കടുവയെ പിടികൂടുമെന്നോ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടോ? അത് കിട്ടാൻ വളരെ പ്രയാസമാണ്. കാരണം ഇത് മേലെ കിട്ടാൻ ഒരുപാട് സ്ഥലത്തേക്ക് മറയാൻ പറ്റിയ ഏരിയകളാണ്. ഒക്കെ ഈ കടുവയ്ക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഏരിയകളാണ് ഒരുപാടുള്ളത്. അതുകൊണ്ട് നമുക്ക് ശ്രമിക്കാമെന്നല്ലാതെ കിട്ടുന്നതിന് വലിയ ഉറപ്പ് പറയാനും പറ്റില്ല. കാരണം ഇഷ്ടംമാതിരി മേഖലയിട്ട് ഇതിൽ സഞ്ചരിക്കാൻ പറ്റും. അതുകൊണ്ട് കിട്ടുന്ന വലിയ ഉറപ്പൊന്നുമില്ല. പ്രദേശത്തുകാരനാണ് സംസാരിച്ചത്. കാരണം ഇതൊരു വലിയ ഉയരം കൂടിയ കുത്തനെ കയറ്റമുള്ള ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക്, ആ പ്രദേശത്തേക്ക്, അടക്കാക്കൂടുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നത് പോലും വലിയ പ്രയാസമുള്ള കാര്യമാണ്. നേരത്തെ നമ്മൾ ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആ ഭാഗത്തേക്ക് കയറിയപ്പോഴേക്ക് നമുക്കത് ബോധ്യപ്പെട്ട കാര്യവുമാണ്. ഇപ്പോൾ മറ്റൊരാൾ കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ ആനയൊക്കെ ഉപയോഗിച്ച്, അതായത് ഈ ആനയൊക്കെ ഉപയോഗിച്ച് ഒരു ആന കൂടെ വരുന്നുണ്ട്. ഈ ആനകളെ ഉപയോഗിച്ചടക്കം തെരച്ചിൽ നടത്താമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ളൊരു സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലാണ്. 2 വർഷത്തോളമായിട്ട് ഇങ്ങനെ ഒരു കടുവയുടെയും പുലിയുടെയൊക്കെ ഭീതി നാട്ടിലുണ്ട്. ഒരുപാട് ആളുകളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയതാണ്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി വർഷമായിട്ട് ആശങ്കാപരമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്, മലയിലുള്ള തൊഴിലാളികളായാലും എല്ലാവരും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു തീരുമാനം, ഇതിന് കടുവയെ പിടിക്കണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു തീരുമാനം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് തവണ പരാതി കൊടുത്തതാണ്. ഇന്നലെ തൊട്ട് ഞങ്ങൾ ജനങ്ങളെല്ലാവരും, നാട്ടുകാരെല്ലാവരും നല്ല പ്രതീക്ഷയിലാണ്. കാരണം കടുവയെ പിടിക്കുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങളിൽ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. കടുവയെ പിടിക്കട്ടെ. ഞങ്ങളെ സർക്കാരായാലും ഇവിടെ മാധ്യമപ്രവർത്തകരായാലും ഫയർഫോഴ്സ് അങ്ങനെയുള്ള എല്ലാവരായാലും ഇവിടെ വന്നിട്ടുള്ള പോലീസുകാരായാലും എല്ലാവരും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഇതുവരെ ഉണ്ടായ അവരുടെ നടപടികളിൽ ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ നിന്നുണ്ടായ സമർപ്പണമാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് ഞങ്ങൾ നാട്ടുകാരായ രീതിയിൽ ആഗ്രഹിക്കുന്നു. കടുവയെ പിടികൂടുമെന്ന പ്രതീക്ഷയാണ് ഈ നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ പ്രദേശത്തേക്ക് ടാപ്പിംഗ് തൊഴിലാളികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടുകൂടി, ഗഫൂറിൻ ജീവനെടുത്തോടുകൂടി ഈ ആളുകൾക്കെല്ലാം ഇന്ന് തൊഴിലിന് പോകാൻ സാധിച്ചിട്ടില്ല. പലർക്കും ഈ ഭാഗത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് അത്തരം അവരുടെ കൂലിപ്പണിക്കൊന്നും അവർക്ക് ആ രീതിയിൽ പോകാൻ സാധിച്ചിട്ടില്ല എന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. തൊഴിലെടുക്കുന്നവർക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്.